ഇപ്പോൾ ദീപകിൻ്റെ ഇഷ്യൂ, ദീപകിനെതിരെ ഒരു ചെറിയ ഒരു പെണ്ണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഈ ഇമ്മീഡിയറ്റ്ലി കമ്മിറ്റഡ് സൂയിസൈഡ്. അതെ അതെ, വളരെ ഭയങ്കരമായിട്ട് തകർന്നു പോയത്. അതെ അതെ അതെ. ദീപകിൻ്റെ പല സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, ഞാൻ ദീപകിനോട് പറഞ്ഞു നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ദീപക് പറഞ്ഞിരുന്നു ഇനി എന്താ കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യമില്ല, പുള്ളിയുടെ സമൂഹത്തിലുള്ള എല്ലാ മറ്റേ വീഡിയോ എല്ലാവരും കണ്ടില്ലേ അയാളെ വീഡിയോ, അപ്പോൾ നീ കോണ്ടാക്ട് ചെയ്തിട്ട് എന്താണ് കാര്യം എന്നാണ് അദ്ദേഹം ചോദിച്ചത്, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു ഇത്. അപ്പോൾ ഒരാൾ ഇമേജ് ടാർണിഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അയാളുടെ ഒരു പേര് മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാൾ പിന്നെ എല്ലായിടത്തും പോയി പറയാൻ പറ്റുമോ? അതെ അതെ, അല്ല എത്ര പേരോട് നമുക്കങ്ങനെ പറയാൻ പറ്റും? നമുക്കിപ്പോൾ ഒരു കുടത്തിൻ്റെ വാ നമുക്ക് അടച്ചു കെട്ടാം, പക്ഷെ 1000 ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ ഈ ഒരു കേസിൽ ചേട്ടാ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പെൺകുട്ടിക്ക് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് കൊടുത്ത ഒരു ശിക്ഷ അല്ലെങ്കിൽ ആ റിമാൻഡിലൊക്കെ പോയത് ഒരു മാതൃകാപരമായ ഒരു കാര്യമാണ്. ഇനി ആരും ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത്, അതായത് ഇത്തരത്തിൽ ബസ്സിൽ ഇരുന്ന് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള പ്ലാറ്റ്ഫോമിൽ ധാരാളം ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയ ഒരുപാട് ആൾക്കാരെ പലരും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതെ അതെ, പലരും ചിലർ ആത്മഹത്യ ചെയ്യാത്തതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. കാരണം ദീപക് ഇതിൻ്റെ അത് തികച്ചും നിരപരാധിയായിരുന്നു. ആ വീഡിയോയിലൂടെ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ആക്ച്വലി ഞാനൊരു ചാനലിനും വെളിപ്പെടുത്താത്തൊരു കാര്യമാണ്, എൻ്റെ ഫോണിൽ എപ്പോഴും കിടപ്പുണ്ട്. ഷംജിതയുടെ ഒരു ബന്ധു എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, അവർ ഇന്ന സ്ഥലത്തുണ്ടെന്ന്. ഞാനത് പോലീസിനെ അറിയിക്കുകയാണ് കൃത്യമായിട്ട്. ആ 1 മണിക്കൂറിനുള്ളിൽ പോലീസ് അവരെ പൊക്കി. സീരിയസ് ആയിട്ട്. ഷംജിതയുടെ ഒരു ബന്ധു, സ്വന്തം അടുത്ത ബന്ധുവാണ് എന്നെ അറിയിക്കുന്നത്, അതൊരു സ്ത്രീയാണ്. സാറേ അവൾ ചെയ്തത് മോശമായിപ്പോയി എന്നാണ് അവർ പറയുന്നത്. എൻ്റെ ഫോണിൽ എപ്പോഴും കിടപ്പുണ്ട്. പക്ഷെ അവരെ പേര് വെളിപ്പെടുത്താൻ അവർക്ക് താല്പര്യമില്ല. അവരടുത്ത ബന്ധുവാണ്, അവരൊരു അടുത്ത ബന്ധുവിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. പക്ഷെ അവർക്ക് ഈ ദീപകിൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കണ്ണീരും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് സ്വന്തം ബന്ധു ജയിലിൻ്റെ അകത്ത് പോകുന്നതാണ് നല്ലതെന്ന് തോന്നി. സീരിയസ് ആയിട്ട് നടന്ന സംഭവമാണ്. ഞാൻ എൻ്റെ ഫോണിൽ കിടപ്പുള്ള സാധനമാണ്. അങ്ങനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പോലീസ് ഇൻഫർമേഷൻ കൊടുത്തു. അങ്ങനെ ആയിരിക്കാം, ഞാൻ ഇൻഫർമേഷൻ കൊടുത്തു. അതിനുശേഷം 1 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് നടന്നു. ഞാൻ ഇവിടുത്തെ വെളിപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇപ്പം അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, എനിക്ക് ആ ബന്ധുവിനോട് വളരെ ബഹുമാനം തോന്നുന്നു. അവർ ഭയങ്കരമായിട്ട് തന്നെ, ഞാൻ അതിൻ്റെ ഒരു സ്റ്റോറി എടുത്തിട്ടപ്പോൾ അപ്പം തന്നെ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ പ്ലീസ് അത് എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ പ്രൊഫൈലൊക്കെ മാസ്ക് ചെയ്താണ് ഇട്ടത്, എന്നാലും അവർ പറഞ്ഞു അവർക്കെന്തോ ഒരു ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ. അപ്പം ഒരു ബന്ധു അങ്ങനെ അറിയിക്കുന്നുണ്ടെങ്കിൽ അവർ പോലും സ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലായത്. അവരുടെ ബന്ധുവിന് പോലീസ് അറസ്റ്റ് ചെയ്ത് അവർക്ക് വിരോധമില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അത് മനസ്സാക്ഷി മനുഷ്യത്വം. അതെ അതെ അതാണ് അതെ 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 അതാണ്.